ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു ഡേ ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. ലേ ബേബിയുടെയും എൻ്റെയും ഫസ്റ്റ് ഫ്ലൈറ്റാണ്. ഞങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി പറയുന്നുണ്ടാവും. ഞങ്ങളുടെ ഡാഡയുടെ അടുത്ത് പോവാണ് കേട്ടോ. സോ വീട്ടിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ലഗേജൊക്കെ എടുത്ത് ഇറങ്ങി. ലേക്കുട്ടൻ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. ലേക്കുട്ടനെയും കൊണ്ടാണ് പോകുന്നത്. ലഗേജസ് ഉണ്ട്, അപ്പോൾ അതിൻ്റേതായ ടെൻഷനൊക്കെ എനിക്കുണ്ട് കേട്ടോ. ലേ ബേബിക്ക് ഒരു 40 days ഉള്ളപ്പോഴാണ് ചേട്ടൻ മസ്കറ്റിൽ പോകുന്നത് കേട്ടോ. അപ്പം ഇപ്പോൾ പോയിട്ടൊരു 6 months ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 6 മാസത്തിന് ശേഷമാണ് ലേക്കുട്ടനെ ഡാഡ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഡാഡയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ലേക്കുട്ടനെ ഡാഡ കാണുന്നത്. അപ്പോൾ ലേക്കുട്ടൻ ഡാഡയുടെ കൂടെ പോവോ ഇല്ലേ എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ മൈൻഡിലുണ്ട് കേട്ടോ. ബൈ ദ വേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മൾ എത്താറായിട്ടുണ്ട്. സോ നമ്മുടെ അതായത് ഞങ്ങളുടെ പപ്പയും മമ്മിയും അതുപോലെ എൻ്റെ വീട്ടിൽ നിന്ന് പപ്പയും മമ്മിയും സിബ്ലിങ്സൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. തന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എയർപോർട്ട് എത്താറായപ്പോൾ നമ്മളൊരു കോഫി ഷോപ്പിൽ കയറിയിട്ട് ലൈറ്റായിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിരുന്നു. കാരണം ഞാൻ രാവിലെ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല, ടെൻഷൻ അടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഷേക്കും കട്ട്ലേറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കഴിച്ചു, കയറുന്നതിന് മുന്നേ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ എയർപോർട്ടിലേക്ക് എൻ്റർ ചെയ്യണം കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടെൻഷനുണ്ട് കേട്ടോ. കാരണം എൻ്റെയും ഫസ്റ്റ് ഫ്ലൈറ്റാണ്, ബേബിയുടെയും ഫസ്റ്റ് ഫ്ലൈറ്റാണ്. സോ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ബേബി ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ഡിസ്കംഫർട്ടായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുമോ, അല്ലെങ്കിൽ അവൾ കംഫർട്ടബിൾ ആവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഈ എയർപോർട്ടിനുള്ളിലുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും എനിക്ക് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ. ഇത് ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് അതും അറിയില്ല. പിന്നെ അത്യാവശ്യം ലഗേജസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ എങ്ങനെ ക്യാരി ചെയ്യും, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിട്ടാണ് എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്കൊരു ഉള്ളിലൊരു ടെൻഷൻ നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. സമാധാനമായിട്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എയർപോർട്ട് എത്താറായപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചു എന്ന്. അപ്പോഴും എനിക്ക് കഴിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് എന്തെങ്കിലും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ എത്തുന്ന വരെ ഞാൻ ഇവളെ ക്യാരി ചെയ്യണം. പിന്നെ ഒരു 4.5 മണിക്കൂർ ആണ് നമുക്ക് ട്രാവലിംഗ് ടൈം വരുന്നത്. ഒരു 1.5 hour ഒക്കെ എന്തായാലും നമുക്ക് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ അതിന് 3 hour മുന്നേ നമ്മൾ എന്തായാലും എയർപോർട്ടിനുള്ളിൽ ചെക്ക് ഇൻ ചെയ്യണമല്ലോ. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് അതൊക്കെ പേടിച്ചിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ലഗേജൊക്കെ എടുത്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് പപ്പയും പിന്നെ അനിയനൊക്കെ കൂടെ സെറ്റ് ചെയ്ത് വെച്ച് തന്നു. പിന്നെ ബേബീനെ ഞാൻ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ക്യാരി ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഇതിനെ പറയുക, കങ്കാരു ബാഗ് എന്നങ്ങടെ തോന്നുന്നുണ്ട് ഇതിനെ പറയുക. സോ ലിറ്റിൽ പേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. അപ്പം ഞാനത് എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ളൊരു ബാഗും മേടിച്ചതുകൊണ്ട് കംഫർട്ടബിളായിട്ട് അവളെ ഇരുത്താൻ പറ്റി. അവൾ അത് വരുന്നതിന് മുന്നേ ഞാൻ തലേദിവസം ഞാനൊന്ന് അതിലിരുത്തി ഒന്ന് ട്രയലൊക്കെ അടിച്ചു നോക്കി. അപ്പോൾ അതുകൊണ്ട് ആളതിലിരുന്നു. പിന്നെ പപ്പയാണെന്നുണ്ടെങ്കിൽ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് ടൈം ഏകദേശം എൻ്റെ ഉള്ളിൽ കയറാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കയറിയിട്ട് പപ്പയുടെ അടുത്ത് പോകാമെന്നൊക്കെ പറഞ്ഞു. ബേബി ഉമ്മൊക്കെ കൊടുത്ത് സെറ്റായി. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ പോവാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിനുള്ളിൽ കയറിയിട്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എൻട്രൻസ് കടക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ബട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ വെയിറ്റ് കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യണമല്ലോ. അത് ഫസ്റ്റ് കൗണ്ടറിൽ അതാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ വിസ പാസ്പോർട്ടെല്ലാം കാണിച്ച് ഡീറ്റെയിൽസൊക്കെ നോക്കി ലഗേജെല്ലാം ചെക്ക് ചെയ്ത് വെയിറ്റ് ഓക്കെ ആണോ നോക്കി. അപ്പം നമ്മുടെ ലഗേജിൽ കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു. പിന്നെ ബേബി കയ്യിലുള്ളതുകൊണ്ട് അവർ വലിയ സീനാക്കിയില്ല. അതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. ചെറിയ രീതിയിൽ നമുക്ക് ഇത്തിരി വെയിറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു. ബട്ട് ബേബി ഉള്ളതുകൊണ്ട് അവരത്ര വലിയൊരു കാര്യമൊക്കെ എടുത്തില്ല. കാരണം ഞാനും ബാഗും ലഗേജും എല്ലാം കൂടി ഇനിയിപ്പം മാറ്റണം എന്ന് പറഞ്ഞാലും അത്ര ഈസി അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ഒരു എക്സ്ക്യൂസ് തന്നു. അപ്പോൾ അവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിൽ പോയി. നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടുമല്ലോ, അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിതാ ലോഞ്ചിൽ വന്നിരുന്നു. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ലേക്കൂട്ടനെ ഒന്ന് ഊളിയിട്ട് കരഞ്ഞപ്പം അതിലിരിക്കുന്നൊരു ഓഫീസർ നമ്മുടെ ബേബീനെ എടുത്തിട്ട് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോയി ഇരുത്തി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലോഞ്ചിൽ വന്നിരുന്നപ്പോൾ ലേക്കൂട്ടന് വിഷം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറുക്കാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലേക്ക് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾ ഫീഡ് ചെയ്യിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൂട്ട് നിബ്ലറിൽ വെച്ചിട്ട് ഒരു ഓറഞ്ച് കൊടുത്തപ്പോൾ പുള്ളിക്കാരി അത് മൊത്തം ആ ഡ്രസ്സിലാക്കി.
അപ്പോൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സായിരുന്നു, അത് നശിപ്പിച്ചു. അപ്പോൾ പിന്നെ എന്തായാലും ചേഞ്ച് ചെയ്യിക്കാണ്ട് എനിക്ക് കയറ്റി കഴിഞ്ഞാൽ അവിടെ എത്തുന്ന വരെ ഒരു 4.5 മണിക്കൂർ ട്രാവൽ. അപ്പോൾ ആ ടൈമിനുള്ളിൽ ഇവൾക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യേണ്ട വെച്ചിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബേബി റൂമിൽ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അവിടെ ഫുൾ ഹിമാലയയുടെ പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനൊരു ബേബി ചേഞ്ചിങ് റൂം അവിടെ ഉണ്ട്. സോ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് അവരുടെ ഡ്രസ്സും ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഫീഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് വരാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ നേരെ പിന്നെ അനൗൺസ് ചെയ്തു. അപ്പം നമ്മൾ വിസ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം കാണിച്ച് ബോർഡിംഗ് പാസ്സൊക്കെ കൊടുത്ത് നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഈ ടൈമിലൊക്കെ നമ്മുടെ ലേക്കൂട്ടം ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് വലിയ കാര്യമായിട്ട് ഉറക്കമൊന്നും വരുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഇവിടേക്ക് പോകണേ, എന്താ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കണം, നമ്മുടെ കൂടെ വന്നവരൊന്നും കാണാനില്ലല്ലോ എന്നൊക്കെയാണ് അവൾ പറയണത്. സോ അങ്ങനെ ഇവിടെ ഇങ്ങനെ എത്തിയപ്പോൾ അതാ ഇൻഡിഗോയുടെ ഒരു ഫ്ലൈറ്റ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്ര അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് ഒരു ഫ്ലൈറ്റ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഒരു വീഡിയോസൊക്കെ എടുത്ത് തന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി. അപ്പോൾ നമുക്ക് വിൻഡോ സീറ്റായിരുന്നു. സോ അവിടെ ചെന്നിരുന്നു. ബട്ട് എന്തോ ഈ ഫ്ലൈറ്റിന് അത്ര അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒമാൻ എയറിലാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്ര അധികം റഷൊന്നും അറിയണ്ടായിരുന്നില്ല. ഫ്രൈഡേ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. മേ ബി അതൊക്കെ ആയിരിക്കാം. അപ്പോൾ ഉണ്ടായിരുന്ന ആ സീറ്റിനകത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 സീറ്റ് ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റി. പിന്നെ ഞങ്ങളിരിക്കുന്ന റോഡ് പിന്നിക്ക് അങ്ങോട്ട് വലിയ കാര്യമായിട്ട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. സോ നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റി. അങ്ങനെ ടേക്ക് ഓഫ് ടൈം ആയപ്പോഴത്തേനും ലേക്കൂട്ടൻ നല്ല വാശി പിടിച്ച് ഉറങ്ങി. അതുകൊണ്ട് തന്നെ മറ്റേ പ്രഷറിൻ്റെ വേരിയേഷൻ പരിപാടികളൊന്നും ലേക്കൂട്ടനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവൾ ഉറങ്ങിയപ്പോൾ ഞാൻ സ്ക്രീനിനകത്ത് എന്തെങ്കിലും നോക്കാമെന്നൊക്കെ വിചാരിച്ച് മൂവീസൊക്കെ നോക്കിയപ്പോൾ കുറേ കിഡ്സിൻ്റെ മൂവീസാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല കേട്ടോ. ലേക്കൂട്ടനെ എണീറ്റ് കഴിഞ്ഞാൽ അവളെ ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ബട്ട് ഇതൊന്നും ആൾക്ക് വലിയ കാര്യമായിട്ട് ഏറ്റിട്ടുണ്ടായിരുന്നില്ല. കാരണം അവൾക്ക് അങ്ങനെ ഫോണോ വീഡിയോസോ ഒന്നും നമ്മൾ കാണിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവൾക്ക് ഒരു സെക്കൻഡ് നോക്കുമ്പോഴേക്കും പിന്നെ വലിയ കാര്യമായിട്ട് അതൊന്നും, പിന്നെ വേറെ കുറേ കാര്യങ്ങളിലേക്ക് അവൾ എൻഗേജ് ആയിപ്പോൾ. അപ്പോൾ ആളിപ്പോഴും ഉറങ്ങുക തന്നെയാണ്. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അപ്പം നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഞാനും ഇങ്ങനെ ഭയങ്കര വണ്ടറടിച്ചിരിക്കുകയാണ്. കാരണം ഫസ്റ്റ് ഫ്ലൈറ്റ് ആണല്ലോ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈയും അതുപോലെ തന്നെ താഴത്തെ കുറേ കാഴ്ചകളും ക്ലൗഡ്സിൻ്റെ നല്ല എന്താ പറയുക കോട്ടൺ ക്ലൗഡ്സൊക്കെ ആയിരുന്നു. നല്ല രസമായിട്ട് കാണാൻ പറ്റി. സോ കുറേ നേരം അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരുന്നു. ലേക്കോട്ടനാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കമായിരുന്നല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഡിസ്റ്റർബൻസ് അവളുടെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ലേക്കും നമ്മൾ ബേബി മീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു പ്യൂരിയാണ് അവർ കൊണ്ടുവന്ന് തന്നത്. എനിക്ക് കഴിക്കാൻ ഒരു ഫ്രൂട്ട് ബൗളായിരുന്നു. ലേ ഉറങ്ങിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതൊക്കെ കഴിക്കാൻ നോക്കി. കാരണം അവൾ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കഴിക്കലൊന്നും നടക്കില്ല. അപ്പം ഞാൻ അവൾ കിടന്ന് ഉറങ്ങല്ലേ, അപ്പോൾ ഞാൻ പതുക്കെ സൗണ്ടൊന്നും ഉണ്ടാക്കാണ്ട് പെട്ടെന്ന് കഴിച്ച് അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ലേക്ക് തന്നിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട് പ്യൂറി ആദ്യം അവൾ കുറച്ചൊന്ന് കുടിച്ചായിരുന്നു. പിന്നെ അവൾക്കത് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവളിങ്ങനെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ എന്താ പറയുക കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ ആക്കില്ലേ, അങ്ങനെ ആക്കി തുടങ്ങിയപ്പോൾ എൻ്റെ ഡ്രസ്സിലൊക്കെ ആയി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പിന്നെ കൊടുക്കൽ നിർത്തി. അപ്പോൾ അവൾക്ക് പിന്നെ ഞാൻ ഇടയ്ക്ക് ഫീഡ് ചെയ്യലും പിന്നെ അവളുടെ ഫീഡിങ് ബോട്ടിലുള്ള വെള്ളം കൊടുക്കലൊക്കെ ആയിരുന്നു. ടേക്ക് ഓഫ് ടൈമിലൊക്കെ ലേക്കൂട്ടനെ ഉറങ്ങിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ലാൻഡിങ് ടൈമിലും ഇവൾ ഉറങ്ങണമെന്ന്. കാരണം അപ്പോൾ പ്രഷറിൻ്റെ വേരിയേഷൻ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ, ഉറക്കം തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവരൊരു ജ്യൂസ് കൊണ്ടുവന്നു തന്നു. അപ്പം നമുക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പെപ്സിയും സ്പ്രൈറ്റും പിന്നെ ഓറഞ്ച് ജ്യൂസൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓറഞ്ച് ജ്യൂസാണ് വലിയ കാര്യത്തിൽ പറഞ്ഞത്. ബട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ഞാൻ കുടിച്ചു. ആദ്യം കുടിച്ചപ്പോൾ എനിക്ക് അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുടിക്കാണ്ട് വേറെ വഴിയില്ലല്ലോ, അപ്പോൾ ഞാനത് കുടിച്ചു. അങ്ങനെ പിന്നെ എന്താ ഇപ്പോഴും നമ്മുടെ ലേക്കോട്ടനെ എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് മാപ്പൊക്കെ എടുത്ത് നോക്കി എത്രയോ കയറിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. എന്നാലും ഇടയ്ക്കൊരു ഒരു സുഖം മാപ്പ് നോക്കുമ്പോൾ എത്രയോ എത്താനുള്ളൊരു എന്താ പറയുക ഒരു വ്യഗ്രത കൊണ്ടേ അങ്ങനെ. പിന്നെ എത്തുന്ന വരെ ലേക്കോട്ടനെ എണീക്കരുത് എന്നായിരുന്നു ഉള്ളിൽ. പക്ഷെ അതെന്തായാലും നടക്കില്ലല്ലോ. 4 മണിക്കൂറൊക്കെ കുട്ടി രാവിലെ ഉറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര, ഇപ്പോൾ അവൾ വലുതായതുകൊണ്ട് അത്ര നേരമൊന്നും അവൾ എന്തായാലും ഉറങ്ങില്ല. എനിക്കറിയാം എണീക്കുന്നു, ബട്ട് എൻ്റെ മൈൻഡിൽ എണീക്കരുത് എന്നായിരുന്നു. എണീറ്റാലും അധികം അലമ്പൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വലിയ കാര്യമായിട്ട് അലമ്പൊന്നും അവൾ ഉണ്ടാക്കിയില്ല. ഇടയ്ക്ക് അവൾക്ക് വിശന്നാലും പിന്നെ ഉറക്കം വന്നാലുമാണ് ഒരുമാതിരി വാശി പിടിച്ച് കരയുക.
അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വിശന്നപ്പോഴും അതേപോലെ ഉറക്കം വരുമ്പോഴും ഭയങ്കര വാശിയായിരിക്കും. ഉറക്കം വരുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ ലേക്കുട്ടനെ ഉറങ്ങാറില്ല. അവളെ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തോളിലിട്ടിട്ട് പാട്ടുപാടി നടക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ് അവൾ ഉറങ്ങുള്ളൂ. അപ്പം അവളെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫീഡിങ് ബോട്ടിലുണ്ടായിരുന്ന വെള്ളം നോർമൽ വാട്ടറാണ് കേട്ടോ, അത് ഞാൻ അവൾക്ക് ഇത്തിരി കുടിക്കാൻ കൊടുത്തു. കുറച്ച് നേരം അത് പിടിച്ചിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ്. അപ്പോൾ പുള്ളിക്കാരി അത് പിടിച്ചിട്ട് കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ കളിച്ചോട്ടെ, ഓക്കെ ആയിട്ട് ഇരുന്നാൽ മതി, വാശിയൊന്നും ഉണ്ടാക്കാണ്ട് ഇരുന്നാൽ മതി എന്ന് വിചാരിച്ചു. വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല ആൾ. വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അപ്പുറത്തിരിക്കുന്ന സീറ്റിലിരിക്കുന്ന ആളെ നോക്കിയിട്ട് ഒളിച്ചു കണ്ട് കളിച്ചൊക്കെ കുറേ നേരം ഇരുന്നു. അപ്പം ഇവളെ കാണുമ്പോൾ എല്ലാവർക്കും എന്താ പറയുക എടുക്കാനുള്ളൊരു ഇതുകൊണ്ട് അവരടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു എടുക്കാനായിട്ട്. പക്ഷേ ഇവൾ ആദ്യമൊന്നും പോയില്ല. പിന്നെ കൈ കാണിക്കുമ്പോൾ ഇങ്ങനെ അവരുടെ കൂടെ കളിച്ച് അവരുടെ കൂടെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ വാശി പിടിച്ചപ്പോൾ പിന്നെ ഞാൻ ഇവളെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലൈറ്റിൽ നടന്നു. അങ്ങനെ കുറേ സാഹസികമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മസ്കറ്റിലെത്തിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ആൾ പിന്നെ ഞാൻ കുറേ വെള്ളം കൊടുത്തിട്ട് ഇനി പ്രശ്നമാവണ്ടെന്നതിലുള്ളതിൽ അത് ക്ലോസ് ചെയ്തപ്പോൾ അവൾക്കത് പറ്റിയില്ല. അപ്പം അവൾക്ക് ഇനിയും വേണം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒളി ബഹളം വാശിയൊക്കെ. അപ്പം തുറന്നു കൊടുത്ത് എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ വെള്ളമൊക്കെ കുറേ എൻ്റെ മേത്തൊഴിച്ചു. അങ്ങനെ വെള്ളം കുടിച്ചൊരു ഇതായപ്പോൾ ഞാൻ അത് വേടിച്ച് വെച്ചതിനൊരു ചെറിയ രീതിയിലൊരു വാശി പിടിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് ഒറ്റയ്ക്കൊരു സീറ്റിലിരിക്കണം, എന്നാൽ പിന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു സീറ്റിനകത്ത് ഇരുത്തി. അപ്പോൾ കുറേ നേരം അതിനകത്ത് ഇരുന്നിട്ട് പിന്നെ ഒളി ബഹളം ഒക്കെ ആയിട്ട് അപ്പോൾ ഇതാ സീറ്റിലിരിക്കുന്നുണ്ടായിരുന്ന 2 ചേട്ടന്മാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആ സീറ്റൊക്കെ എത്തി, അവിടെയൊക്കെ പോയി അവരുടെ മടിയിലൊക്കെ ഇരിപ്പ് അങ്ങനെയൊക്കെ ആയിട്ടോ. അപ്പോൾ അതേ ഇവിടെ ഇരുന്ന് കുറേ നേരം കളിച്ചു. പിന്നെ ബാഗ് പിന്നെ ടോയ്സ്. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇവളെ ഒന്ന് എൻഗേജ് ആക്കി ഇരുത്താൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചതാണ് എന്തെങ്കിലും ടോയ്സ് എടുക്കാമെന്ന്. പക്ഷേ ഞാനത് വിട്ടുപോയി. അപ്പോൾ അത് എടുക്കാത്തതിൻ്റെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുടി മൂക്ക് മാന്താൻ പറ്റിയ സ്ഥലത്തൊക്കെ അവൾ മാന്തുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരം ഇരിക്കും. പിന്നെ നഖം വെട്ടിക്കൊടുത്താലും നല്ല എന്താ പറയുക ഷാർപ്പായിട്ടുള്ള ഇതാണ് അവളുടെ കൈമുള്ളത്. അപ്പം ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ ഒന്ന് നമ്മുടെ മുഖത്ത് പിടിച്ച് കഴിഞ്ഞാൽ അപ്പം സ്ക്രാച്ച് വരും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം മാന്തലും പിടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നീ ഇവിടെ ഇരിക്കുക പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർ പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആരാ പോണേ എന്നുള്ളതിൽ. അപ്പോൾ ഇപ്പോൾ തന്നെ പാസ് ചെയ്ത് പോയ ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ ഹസ്ബൻഡും കുറച്ച് കഴിഞ്ഞപ്പം സെറ്റായിട്ടാണ്. അപ്പം നമ്മുടെ ലേക്കുട്ടനെ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് മേടിച്ചെടുത്തു. അവളാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പോവുകയും ചെയ്തു. ഈ ഒരു ടൈമിൽ ഞാൻ ഓടിപ്പോയി വാഷ്റൂം യൂസ് ചെയ്തു. കാരണം അവിടെ നിന്ന് കയറിയപ്പോൾ വാഷ്റൂം യൂസ് ചെയ്തതാണ്, പിന്നെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഒന്ന് പിടിക്കുമോ, ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ ആൾ പിടിച്ചു. അവർക്ക് ഉണ്ണികളെ ഭയങ്കര ഇഷ്ടമായപ്പോൾ എടുത്തു വിട്ടു, അവരുടെ കൂടെ പോയി. അപ്പം ഞാൻ വാഷ്റൂമൊക്കെ യൂസ് ചെയ്തു. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്, മസ്കറ്റ് എത്തിയിട്ടുണ്ട്. സോ നമ്മൾ ലാൻഡ് ചെയ്യാറായി. അപ്പോൾ അത് അവിടെ നിന്ന് എയർ ഹോസ്റ്റസൊക്കെ അനൗൺസ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സീറ്റ് ബെൽറ്റ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഒരു ടൈമിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ലേക്കുട്ടനെ നല്ലൊരു വാശി പിടിച്ചിട്ട് അവളെ ഞാൻ ഇപ്പം തന്നെ ഉറക്കി എൻ്റെ കയ്യിൽ കെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതങ്ങോട്ട് പ്രോപ്പറായിട്ടുള്ള ഉറക്കമല്ല. സോ ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇവൾ എണീറ്റ് കഴിഞ്ഞാൽ പ്രഷറിൻ്റെ വേരിയേഷൻ വരും. പിന്നെ ആൾ ഏകദേശം സെറ്റായിട്ട് ഉറങ്ങിയപ്പം ഞാൻ ചെവിയൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിരുത്തി. അങ്ങനെ അത് നമ്മൾ സേഫ്ലി ലാൻഡ് ചെയ്തു. ലേക്കുട്ടനെ ഉറങ്ങിയത് കൊണ്ട് വലിയ അലമ്പൊന്നും ഉണ്ടായില്ല കേട്ടോ. ടേക്ക് ഓഫ് ടൈമിലും ലാൻഡിങ് ടൈമിലൊക്കെ സേഫായിരുന്നു. ഓളി ബഹളം കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. We would like to wish you a pleasant stay here in Muscat, and for those of you with the onward travel plans, we wish you a pleasant onward journey. On behalf of Mon Air, it has been our pleasure to be at your service today. Thank you and enjoy your day and Eid Mubarak. ലേ ബേബിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ലേ, അപ്പോൾ അവൾക്ക് എന്തെങ്കിലും മെമ്മറി വേണ്ടേ. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. സോ അത് സൈൻ ചെയ്യിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടോ. It's okay, sir. Okay, then I'll take a time and I will send it. You can put here. Yeah? Okay, it's much better. Wow! I need to take a picture of this as well. Okay. And here's the captain's signature. And the baby is sleeping, yeah? Thank you. Bye-bye. First flight. Yeah? Your baby is gonna be a frequent flyer with the money, okay?
അങ്ങനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത പോലെ നമുക്ക് എയർ ഹോസ്റ്റസും പൈലറ്റൊക്കെ നമുക്ക് ബേബിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഹാപ്പിയായി ഞാൻ. കാരണം ഞാൻ സർട്ടിഫിക്കറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സൈൻ കിട്ടും എന്നൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ എന്താ പറയുക ഭയങ്കര ഓക്കെ ആയിരുന്നു. അവരാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് വീഡിയോ കോർപ്പറ്റിനുള്ളിൽ കയറി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ക്യാപ്ചർ ചെയ്യാം, ഫോട്ടോ എടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ. ദെൻ അങ്ങനെ സിഗ്നേച്ചറൊക്കെ കിട്ടി. പിന്നെ ഞങ്ങളിതാ ലഗേജസും ബാഗൊക്കെ എടുക്കാനായിട്ട് ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനും ചേച്ചിയാണത്. ഇവരോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം ലഗേജസ് എനിക്കുണ്ടായിരുന്നു. അതല്ലാതെ ഇവർ ഈ ചേട്ടൻ കറക്റ്റായിട്ട് എനിക്ക് എടുത്തു തന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഈ എയർപോർട്ടിനുള്ളിലുള്ള പ്രൊസീജിയേഴ്സൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ ഫുൾ നാവിഗേറ്റ് ചെയ്തത് അവരാണ്. അതുകൊണ്ട് തന്നെ എന്നെ ചേട്ടൻ്റെ കയ്യിൽ എന്നെയും ബേബിനെയും അവരാക്കിയതിന് ശേഷമാണ് കേട്ടോ അവർ തിരിച്ചു പോയത്. പക്ഷേ ചേട്ടൻ വന്ന് ഞങ്ങളെ കണ്ടിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു എന്താ പറയുക വീഡിയോ ഒന്നുമില്ലേ, അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ വരലും ഞങ്ങളിങ്ങനെ എൻ്റർ ചെയ്യലും ചേട്ടൻ അവിടെ നിന്ന് വരലും ഒക്കെ ഒരുമിച്ചായിരുന്നു. പെട്ടെന്ന് കണ്ട ഒരു ഇതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്തു. അപ്പോൾ അതാണ് ഉണ്ടായത്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോ അതൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ദെൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ടും കൂടെയാണ് വന്നത്. അപ്പോൾ പിന്നെ നമ്മളുടെ ലഗേജസും കാര്യങ്ങളൊക്കെ കാറിലെടുത്ത് വെച്ച് പിന്നെ നേരെ നമ്മൾ ഫ്ലാറ്റിലോട്ട് പോകാനിട്ടുണ്ടായത്. അപ്പോൾ ലേക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ഡാഡേനെ കണ്ട എക്സൈറ്റ്മെൻറ്റ്. ഡാഡയാണെന്നുണ്ടെങ്കിൽ ലേക്കൂട്ടനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടൊരു എന്താ പറയുക ഒരു പട്ടിക്കുട്ടീനെയൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവൾക്ക് പട്ടിക്കുട്ടീനെ ഇത്തിരി കാര്യമാണ്. അപ്പോൾ ഡാഡ ഒരു കുഞ്ഞു പട്ടിക്കുട്ടീനെയൊക്കെ ബെൽറ്റൊക്കെ ഉള്ള പട്ടിക്കുട്ടീനെയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പട്ടിക്കുട്ടീനെയൊക്കെ മേടിച്ച് പിടിച്ചു, പക്ഷെ കൂടെ പോകുന്നില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ അവൾ സെറ്റായിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലാറ്റിലെത്തി. പിന്നെ നൈറ്റ് ആയപ്പോഴത്തേനും ഫ്രൈഡേ ആയിരുന്നല്ലോ. അപ്പം അവിടെ നമ്മൾ പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മസ്കറ്റിലുള്ള ഒരു പള്ളിയിൽ ചെന്നു. കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ. നമുക്ക് ചോദിച്ചിട്ട് അടുത്ത വീഡിയോയിലൊക്കെ പറയാം. അപ്പോൾ അതാ ഈ ഒരു പള്ളിയിലാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ കുർബാനയില്ല, ഇന്നെന്തോ ധ്യാനമൊക്കെയാണ്, അതുകൊണ്ട് കുർബാനയില്ല, അഡോറേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ പ്രാർത്ഥിച്ചിട്ട് അതൊക്കെ കൂടാമെന്ന് വിചാരിച്ച് നിന്നു. അങ്ങനെ ലേക്കുട്ടനെ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഡാഡ കുറേ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ. ഇവിടെ ഇതാണ് പള്ളി, ഇത് ചാപ്പലാണ് കേട്ടോ, പ്രയറിന് വേണ്ടിയിട്ടുള്ളത്. മെയിൻ കുർബാന കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പുറത്താണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ലേക്കൂട്ടൻ ചെറിയൊരു സീനാക്കിയപ്പോൾ ഞങ്ങൾ ഫീഡൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബേബി റൂമിൽ പോയിരുന്നു. കാരണം ഉണ്ണികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ ഇരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ ബേബി റൂമുണ്ട്, അപ്പുറത്തും 2 സൈഡായിട്ട്. അപ്പോൾ അതിലൊരു സൈഡിൽ വന്ന് ഞങ്ങളിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ലേക്കൂട്ടനെ മടിയിലൊന്നും ഇരുന്നാൻ പറ്റില്ല, ഒരു കസാര തന്നെ വേണം. അപ്പോൾ പിന്നെ ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചിട്ടൊരു ചെയറൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇപ്പോൾ നടക്കുന്നത് ധ്യാനമാണ്, കുർബാനയല്ല കേട്ടോ. ഇത് പള്ളിയുടെ ഔട്ടർ സൈഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ബേബി ഇത്തിരി കരഞ്ഞ സീനാക്കിയപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് വന്നതാണ്. നമ്മളാണെന്നുണ്ടെങ്കിൽ ബേബിയുടെ ബോട്ടിലെടുക്കാൻ മറന്നു. അപ്പോൾ അവൾക്ക് വെള്ളം കുടിക്കാനായിട്ട് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ പിന്നെ അവിടെ ഫിൽറ്റർ വാട്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഫീഡിങ് റൂം കിട്ടിയപ്പോൾ നമ്മളവിടെ പോയി ഫീഡ് ചെയ്തപ്പോൾ അവൾ ഓക്കെ ആയിട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ കണ്ടപ്പോൾ ആൾ നോക്കുക അതെന്താ അവിടെ എന്നുള്ളതിൽ. അങ്ങനെ എന്താ പറയുക, നമ്മൾ വിചാരിക്കണം ഞങ്ങൾ ഒരു 1 ഇയറൊക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ പെട്ടെന്ന് എല്ലാം ഓക്കെ ആയപ്പോൾ പിന്നെ ഒരു 6 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനൊക്കെ പറ്റി. നമ്മൾ വിസിറ്റിങ്ങിനാണ് വന്നിട്ടുള്ളത് കേട്ടോ. നിയർലി ഒരു 2 മന്ത് അല്ലെങ്കിൽ ഒരു 1 മന്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോരും. അപ്പം എന്തായാലും പ്രതീക്ഷിക്കാൻ നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റിയല്ലോ. കുറച്ച് ഡേയ്സ് നമ്മുടെ ഡാഡയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഭംഗി എന്താ പറയുക, ഒരു ഞാൻ ടെൻഷൻ അടിച്ച പോലെയുള്ള ഒരു പ്രശ്നങ്ങളും ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ ഉണ്ടായില്ല. പ്രാർത്ഥിച്ചതുകൊണ്ടായിരിക്കാം മേ ബി എല്ലാം ഓക്കെ ആയിട്ട് വന്നു. അപ്പോൾ എന്തായാലും നമ്മൾ നന്ദി പറയണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിലൊക്കെ വന്ന് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് എന്താ പറയുക നന്ദിയൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു പോരുന്ന ടൈമിൽ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെല്ലാവരും കൂടെ കൂടാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നേരെ അങ്ങോട്ടാണ് പോയത്. അപ്പം ഇതൊക്കെ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ബേബിനെ കണ്ടപ്പോൾ എല്ലാവരും ബേബിനെ എടുക്കാനൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളിന്ന് ഇവിടെ നിന്നാണ് നമുക്കിന്ന് ഫുഡൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ വന്നന്ന് ഫ്രൈഡേ നൈറ്റ് നമ്മൾ ഈ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ബേബീനെ അങ്ങനെ ഓരോരുത്തരായിട്ട് എടുക്കുന്നുണ്ട്. ബേബിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും അവൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇത് ഇവിടുത്തെ ചേച്ചിയാണ്, അതവരുടെ 2ാമത്തെ ഉണ്ണി. നേരത്തെ ഈ പെങ്കൊച്ച് അവരുടെ മൂത്ത കുട്ടി. അങ്ങനെ അപ്പോൾ 2 പിള്ളേരാണ് കേട്ടോ അവർക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുൾ കളി ബഹളം ഒക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും നടക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫുഡ്. ഇതൊക്കെ ആ വീട്ടിലെ ചേട്ടൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ.
പേര് റാഫി എന്നാണ്. ആളാണ് ഇത് ഫുള്ള് പ്രിപ്പയർ ചെയ്തത്. ഫുഡും എന്താ പറയുക റൈസും ചിക്കനും പിന്നെ ബീഫൊക്കെ ആയിരുന്നു, എല്ലാം ആളാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ഈ ഫസ്റ്റ് ഫ്ലൈറ്റ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു ചാനൽ. സീ യു നെക്സ്റ്റ് വീഡിയോ.